കേരളത്തിൻ്റെ അടുത്ത മുഖ്യമന്ത്രിയാകാൻ ഏറ്റവും യോഗ്യനായ രാഷ്ട്രീയക്കാരൻ ആര് എന്ന ചോദ്യത്തിന് ബഹുഭൂരിപക്ഷം പേരും ഉത്തരം പറഞ്ഞത് ഡോക്ടർ ശശി തരൂർ എന്നാണ്. ഒരു സർവേ ഫലം, ഒരു സ്വകാര്യ ഏജൻസി നടത്തിയ സർവേയുടെ ഫലമാണ് ഈ തരൂരിനെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഉയർത്തിക്കാട്ടുന്നത്. ശക്തമായ ഭരണവിരുദ്ധ തരംഗം കേരളത്തിലുണ്ട് എന്നാണ് ആ സർവേ ഫലം സൂചിപ്പിക്കുന്നത്. എന്താണ് സാർ, തരൂർ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാകാൻ അങ്ങ് ഒരു സാധ്യത കാണുന്നുണ്ടോ? തീർച്ചയായിട്ടും ശശി തരൂരിലൂടെ മാത്രമേ കോൺഗ്രസ്സിന് ഇനി അധികാരത്തിൽ വരാൻ പറ്റൂ എന്നുമാണ് ഞാൻ വിശ്വസിക്കുന്നത്. രാഹുൽ ഗാന്ധി ഇത് കണ്ട് പഠിക്കേണ്ടതാണ്. എത്രമാത്രം ഉപാലംബങ്ങളാണ് അല്ലെങ്കിൽ ശകാരങ്ങളാണ് ശശി തരൂർ നേരിട്ടത്. ഇന്ത്യയുടെ ശബ്ദം വിശ്വമാകെ കേൾപ്പിക്കാൻ വേണ്ടി അദ്ദേഹം പോയ യാത്രയ്ക്ക് വേണ്ടി കോൺഗ്രസ് ഒരു അഭിമാനമായിട്ട് അത് എടുത്തിരുന്നുവെങ്കിൽ കോൺഗ്രസ്സിന് തീർച്ചയായിട്ടും കേരളത്തിൽ അധികാരത്തിൽ വരാൻ പറ്റുമായിരുന്നു, UDFൻ്റെ തലപ്പത്തേറി അടുത്ത തെരഞ്ഞെടുപ്പിൽ. പക്ഷേ അതിനു പകരം വളരെ നിഷേധാത്മകമായിട്ടുള്ള ഇന്ത്യക്ക് വേണ്ടി അവരുടെ പാർട്ടിയുടെ ഒരു CWC അംഗം പോയപ്പോൾ അതിനെ കുറ്റപ്പെടുത്തിക്കൊണ്ടും അദ്ദേഹത്തെ ശകാരിച്ചുകൊണ്ടും വിമർശിച്ചുകൊണ്ടും തല പൊക്കിയവരാണ് രാഹുൽ ഗാന്ധിയും അദ്ദേഹത്തിൻ്റെ ഞാഞ്ഞൂല് പോലുള്ള നേതാക്കന്മാർ. കേരളത്തിലും അതിൻ്റെ ഒരു പ്രതിഫലനം ഉണ്ടായി. അത് പെട്ടെന്ന് കെട്ടടങ്ങുകയും ചെയ്തു. എങ്കിൽ തന്നെയും മനസ്സുകൊണ്ടും തനിക്കാക്കി വടക്കാക്കിയും ഒക്കെ ശശി തരൂരിനെ ഇപ്പോഴും പലരും വിമർശിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. നോക്കൂ പ്രശാന്തേ, ഈ സർവേയിൽ ഏറ്റവും തിളങ്ങുന്നത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിട്ടുള്ള സെലക്ഷനിൽ ഏറ്റവും കൂടുതൽ പേര് പോൾ ചെയ്തത് അല്ലെങ്കിൽ വോട്ട് ചെയ്തത്, സർവേയുടെ ഒരു തരം വോട്ടിംഗ് ആണല്ലോ, ചെയ്തത് ശശി തരൂരിന് വേണ്ടിയാണ്. പിണറായി വിജയനെ കടപുഴക്കി എറിഞ്ഞിരിക്കുന്നു അദ്ദേഹം. ശശി തരൂരിന് കിട്ടിയത് 28.3%. അത് വലിയൊരു സ്കോറാണ്. അത് നമ്മൾ കണക്കാക്കുന്നത് മറ്റുള്ളവർക്ക് എത്ര കിട്ടി എന്നുള്ള അടിസ്ഥാനമാക്കിയ. അങ്ങനെ നോക്കുമ്പോൾ പിണറായി വിജയന് കിട്ടിയിരിക്കുന്നത് അദ്ദേഹത്തിനേക്കാൾ 10% കുറവ്, വിടവാണ് വരുന്നത്. 17.3% മാത്രമാണ് പിണറായി വിജയന് കിട്ടിയ റേറ്റിംഗ്. ശരിക്കും 11% എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം കൃത്യം ശക്തമായിട്ടുള്ള മുഖ്യമന്ത്രി വിരുദ്ധ വികാരം ഉണ്ട് എന്നുള്ളതാണ്. മുഖ്യമന്ത്രിയുടെ ശൈലി ജനങ്ങൾ ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ളതാണ്. നമ്മളുടെ വിമർശനങ്ങളെല്ലാം ശരിയാണ് എന്ന് തെളിയിക്കുന്നു. ഒരു കാര്യം കൂടെ ചേർക്കാം. ഇപ്പോഴാണ് ഈ സർവേയെങ്കിൽ ഇത് വീണ്ടും താഴോട്ട് പോകും. SFIക്കാർ കേരള സർവകലാശാലയും കോഴിക്കോട് സർവകലാശാലയും കണ്ണൂർ സർവകലാശാലയും ഒക്കെ കാണിച്ച താന്തോന്നിത്തങ്ങൾക്ക് ആഭ്യന്തര വകുപ്പിൻ്റെ പോലീസുകാരെ മാപ്പുസാക്ഷികളായി നിന്നത് ജനത്തിന് ഒട്ടും ഇഷ്ടപ്പെടാത്ത വെറുക്കുന്ന ഒരു സമീപനമാണ്. അതുപോലെ തന്നെ ഈ അഖിലേന്ത്യാ പണിമുടക്കിൻ്റെ പേരിൽ കാട്ടിക്കൂട്ടിയത്. അതെ, പണിമുടക്കിൻ്റെ പേരിൽ ആളുകളെ ഭീഷണിപ്പെടുത്തുക, ഓഫീസുകളിൽ കയറി ഭീഷണിപ്പെടുത്തുക, സ്വകാര്യ ബാങ്കിൽ കയറി ഭീഷണിപ്പെടുത്തുക. ഇവർക്കാരാണ് ഇതിനുള്ള അധികാരം കൊടുത്തിരിക്കുന്നത്? ഇവർ സൂപ്പർ പോലീസോ? ആരാണ് ഇവർ ചെന്ന് ഒരാളിനെ തടസ്സപ്പെടുത്താൻ? നിങ്ങൾ വണ്ടി ഓടിക്കരുതെന്ന് എന്നോട് പറയാൻ നിങ്ങളാരാണ്? നിങ്ങൾ പോലീസാണെങ്കിൽ, ട്രാഫിക് യൂണിയനിൽ വന്ന പോലീസാണെങ്കിൽ പോലും നിങ്ങൾക്ക് മര്യാദയില്ല. ഒരാൾ ഓഫീസ് നടത്തുന്നതിനെ വിമർശിക്കാൻ പറ്റില്ല, ഒരാൾ വണ്ടി ഓടിക്കുന്നതിനെ എതിർക്കാൻ പറ്റില്ല. വണ്ടിയുടെ ലൈസൻസ് പേപ്പറുകളെല്ലാം പ്രോപ്പറാണെങ്കിൽ ഒരു പോലീസുകാരനും തടയാൻ പറ്റുമോ? അങ്ങനെ പ്രോപ്പറായ നിലയിൽ അവരുടെ ഓഫീസുകൾ നടത്തുന്നത്. നിങ്ങൾ സമരം പൊളിക്കാൻ വേണ്ടി വന്നവരല്ല, ജീവിക്കാൻ വേണ്ടി വന്നവരാണ്. അവരെ തടയുക, ഭീഷണിപ്പെടുത്തുക, അതെന്തോ വലിയൊരു വിജയമായിട്ട് ആഘോഷിക്കുക. എന്ത് വിവരമില്ലാത്തവരാണ് ഇവരെന്നുള്ളത് സംശയിച്ചു. ഇത് പോപ്പുലാരിറ്റി റേറ്റിംഗ് വളരെ. ഇന്നലത്തെ പണിമുടക്ക് എനിക്ക് പറയുന്നത് ഇളമരങ്കരിയും പിണറായിക്ക് ഇട്ടുകൊടുത്ത പണിയാണെന്ന്. കാരണം പിണറായി വിജയൻ, റിയാസ് ഗ്രൂപ്പ് ഒരു ഭാഗത്തും, അതുപോലെ തന്നെ കമ്മ്യൂണിസ്റ്റ് പണ്ടത്തേതുപോലെ വലിയൊരു വിഭാഗീയത CITU പക്ഷവും പിന്നെ പിണറായി പക്ഷവുമാണ് മനസ്സിലാവുന്നത്. അല്ലെങ്കിൽ ഇതുപോലെ വളരെ മോശമായി KSRTC ബസ് ഇറക്കാമെന്ന് മന്ത്രിസഭയിലെ മുഖ്യമന്ത്രിയുടെ മന്ത്രിയായിട്ടുള്ള ഗണേഷ് കുമാർ പറഞ്ഞിട്ട് പോലും അനുവദിക്കാത്ത തരത്തിൽ വരിഞ്ഞു മുറുക്കിയിരിക്കുകയും കൂടെ ചെയ്യുമ്പോൾ അടുത്ത മുഖ്യമന്ത്രി ഇദ്ദേഹം ആകരുത്. ഈ 17% ഇപ്പോൾ ഒരു 12%-ലേക്കെങ്കിലും ഇന്നലത്തെ ആ പണിമുടക്ക് മാത്രം കൊണ്ടുപോയിട്ടുണ്ട്. സാർ, നമുക്ക് ആ സർവേയിലേക്ക് തിരിച്ചു വന്നാൽ
എനിക്ക് തോന്നുന്നു മുഖ്യമന്ത്രി പിണറായി വിജയനേക്കാൾ കൂടുതൽ വോട്ട് അല്ലെങ്കിൽ പിന്തുണ കെ ശൈലജയ്ക്ക് ലഭിച്ചു എന്നാണ് തോന്നുന്നത്. അതാണ് അദ്ദേഹം അവരെ മാറ്റിയത്. നേരത്തെ ഈ മന്ത്രിയായി തിളങ്ങിയില്ലെങ്കിൽ പെട്ടെന്ന് നമ്മുടെ ടി വിയിൽ വരുന്ന പോലെ, നിങ്ങളെ ഇന്ന് ടി വിയിൽ കണ്ടില്ലെങ്കിൽ ആളുകൾ മറക്കും. അങ്ങനെ എത്രയോ താരങ്ങൾ നമ്മൾ മറന്നു കഴിഞ്ഞു. അതുപോലെ തന്നെയാണിത്. നിങ്ങൾ മന്ത്രിയായിട്ട് ഭരണം നടത്തിക്കൊണ്ടിരിക്കുക റേറ്റിംഗ് കിട്ടുന്നത്. പക്ഷേ അപൂർവമാംവിധം, അസാധാരണമാംവിധം ശൈലജ ടീച്ചർക്ക് റേറ്റിംഗ് ഇപ്പോഴും കിട്ടിയിരിക്കുന്നു. അവർ തിരശ്ശീലയ്ക്ക് MLA ആണ്, തിരശ്ശീലയ്ക്ക് പിന്നലായിട്ടും അവർക്ക് റേറ്റിംഗ് കിട്ടുക എന്ന് പറഞ്ഞ ഒരു അഭൂതപൂർവമായിട്ടുള്ള ഒരു റേറ്റിംഗ് ആണ്. അത് എത്ര? ഒരു പ്രതിഭാസം. 24.2 കൃത്യം 3.47% പിണറായി വിജയനേക്കാൾ കൂടുതൽ. അതവിടെയാണ് വീണ വിജയൻ്റെ കാര്യം നമ്മൾ ഓർത്തു പോകുന്നത്. അവരെന്തുകൊണ്ട് ആരോഗ്യവകുപ്പ് ചൊവ്വെ നേരെ പഠിച്ച് നടത്തിയിരുന്നതുകൊണ്ട്, അല്ലാതെ ക്യാമറയ്ക്ക് മുമ്പ് ഒന്നും പറയുകയല്ലായിരുന്നു. അവരെ പഠിച്ച് നടത്തിയിരുന്നു. എല്ലായിടത്തും അവരുടെ കണ്ണുകൾ എത്തിയിരുന്നു എന്നുള്ളതാണ്. മാതൃകയാക്കേണ്ടതാണ് വീണ വിജയൻ. അവരെ നമിച്ചിട്ട് മാതൃകയാക്കിക്കൊണ്ട് ഭരിക്കേണ്ടതാണ്. അതല്ല ഇപ്പോൾ നടക്കുന്നത്. പാർട്ടിയുടെ ഒരു സെക്രട്ടറി ഉണ്ട്, തൻ്റെ പേഴ്സണൽ സെക്രട്ടറി ആയിട്ടുണ്ട്. അദ്ദേഹമാണ് ഇപ്പോൾ ഭരിക്കുന്നത്. വീണയല്ല ഭരിക്കുന്നത്. ഇവിടെ അതിൻ്റെതായ കുറവുകൾ അവിടെ കാണാനുമുണ്ട്. സാർ, ഇതിനെ സംബന്ധിച്ച് തരൂർ അദ്ദേഹത്തിൻ്റെ എക്സ് അക്കൗണ്ടിൽ, സോഷ്യൽ മീഡിയ അക്കൗണ്ടായ എക്സിൽ അദ്ദേഹം ഒരു ചിത്രം പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ സർവേ ഫലത്തിൻ്റെ വാർത്തയും ഒപ്പം ഒരു കൂപ്പുകയുമായിട്ട്. അതിൻ്റെ അർത്ഥം എന്താണ്? ഞാൻ ഇല്ലെന്നാണോ? മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഞാൻ വരുന്നില്ല, അല്ലെങ്കിൽ അതിലേക്ക് അവകാശവാദം ഉന്നയിക്കാൻ ഞാൻ ഇല്ലെന്നാണോ, അതോ നന്ദി എന്നാണോ അദ്ദേഹം പറയുന്നത്? ശശി തരൂർ ഒരു ഉപരിപ്ലവമായിട്ടുള്ള രാഷ്ട്രീയക്കാരനല്ല. അതുകൊണ്ട് ഈ സർവേ അതിൻ്റെ സാമ്പിൾ സൈസ് എത്രയാണ് എന്നൊക്കെ അറിഞ്ഞ് ഇത് വല്ല പ്രസക്തി ഉള്ളതാണെങ്കിൽ മാത്രമേ അദ്ദേഹം പ്രതികരിക്കുകയുള്ളൂ. അപ്പോൾ എൻ്റെ തോന്നുന്നു ഈ സർവേ കേരള വോട്ട് വൈബ് എന്ന് പറഞ്ഞൊരു ഏജൻസിയാണ് സർവേ, കേരള വോട്ട് വൈബ് എന്നുള്ള ഏജൻസിയാണ് നടപ്പാക്കിയത്. അപ്പോൾ അതിൻ്റെ സാമ്പിൾ സൈസ് വളരെ നമുക്ക് വിശ്വസിക്കത്തക്ക റിലയബിൾ ആയിട്ടുള്ള ഒന്നായിരിക്കും. അല്ലെങ്കിൽ ശശി തരൂർ ഒരിക്കലും പ്രതികരിക്കുമായിരുന്നില്ല. അദ്ദേഹത്തിൻ്റെ അവകാശവാദത്തിന് KPCC പ്രസിഡന്റ് പറഞ്ഞ അദ്ദേഹം ചോദിക്കുന്നത്, കേരളത്തിൽ ആരാണ് ഇതിൽ യോഗ്യതയല്ലാത്തുള്ളത്? ഇയാളുടെ സണ്ണി ജോസഫിൻ്റെ സീറോയ്ക്കും താഴെയായിരിക്കും. അതെ, വോട്ട് വൈബിന്റെ സർവേയിലെങ്ങും ഈ സണ്ണി ജോസഫിന്റെ ഒന്നും പേര് പോലും വന്നിട്ടില്ല. അയാളെ ആരറിയും? മുരളീധരൻ ചോദിച്ച പോലെ ഫോട്ടോ കണ്ടാൽ പോലും അറിയുന്ന ഒരാളായിരിക്കണ്ടേ? അതെ, അങ്ങനെ ഒരാളിരുന്നുകൊണ്ട് പറയുന്നത് ആരാ യോഗ്യനല്ലാത്തത് എന്നാണോ പറയേണ്ടത്? ഒന്നാം സ്ഥാനം ഇദ്ദേഹത്തിന് കിട്ടിയപ്പോൾ അദ്ദേഹം മറ്റൊരു കാര്യം കൂടി കൂട്ടിച്ചേർത്തു. എന്തായാലും UDF വരുമെന്ന് ഉറപ്പായല്ലോ എന്നാണ്. അപ്പൊ ഇനി ഇലക്ഷന് ശേഷം നമുക്ക് മുഖ്യമന്ത്രിയെ തീരുമാനിക്കാം. യുദ്ധത്തിന് പോകുന്നത് പടനായകൻ ഇല്ലാതെയാണ്. പടനായകൻ ഇല്ലാതെ പട യുദ്ധത്തിന് പോവുകയാണ്. അപ്പൊ പിന്നെ അതിൽ ഒരു അതത്ര ശരിയാണോ? ഒരു നയിക്കാൻ ഒരാളില്ലാതെ ആരെങ്കിലും യുദ്ധത്തിന് ഇറങ്ങും? അല്ല, ഇവരിപ്പോൾ ചെയ്യാൻ പോകുന്നത് സ്വയം നശിപ്പിക്കും. ശശി തരൂരിന് സീറ്റ് കൊടുക്കുകയില്ല. അതാണ് ഇവർ പ്രതികാരമായിട്ട് ചെയ്യാൻ പോകുന്നത്. നരേന്ദ്രമോദിക്ക് അനുകൂലമായിട്ട് സംസാരിച്ചതിന്, നരേന്ദ്രമോദിക്ക് അനുകൂലമായിട്ടും സത്യസന്ധമായിട്ടും സംസാരിച്ചത് കൊണ്ടാണ് ശശി തരൂരിന് ഇത്രയും റേറ്റിംഗ് കിട്ടിയത്. നിങ്ങൾ ശശി തരൂരിനെ ഒന്ന് പുറത്താക്കി നോക്കൂ, പിണറായി വീണ്ടും മുഖ്യമന്ത്രിയാവും. കാരണം എന്തുകൊണ്ടാണ്? അദ്ദേഹത്തിന് പോപ്പുലർ ആയതുകൊണ്ടും ഭരണവിരുദ്ധ വികാരം ഇല്ലാതെ കൊണ്ടും അല്ല, നിങ്ങളെ സഹിക്കാൻ വയ്യാഞ്ഞിട്ട് ജനങ്ങൾ അദ്ദേഹത്തിനെ അധികാരത്തിലേറ്റു. അതാ സംഭവിക്കുന്നത്. ശശി തരൂർ രാഷ്ട്രത്തിന് വേണ്ടി സംസാരിച്ചു, നിങ്ങൾ പാകിസ്ഥാന് വേണ്ടി സംസാരിച്ചു. ശശി തരൂർ പോയി കഴിഞ്ഞാൽ ശശി തരൂർ മുഖ്യമന്ത്രിയായിട്ടുള്ള ഒരു മുന്നണി അധികാരത്തിൽ വരുന്നതിന് വേണ്ടിയിട്ടാണ് ഈ സർവേയിൽ തീർച്ചയായിട്ടും ആളുകൾ വോട്ട് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് ശശി തരൂരിന് ഇത്ര തിളങ്ങുന്ന തരത്തിലുള്ള ഒരു പെർസെൻറ്റേജ് കിട്ടിയത്. വേറെ കോൺഗ്രസ്സിൽ ആരുടെ ഉണ്ട് പെർസെൻറ്റേജ് കൊടുത്തിട്ടുണ്ട്? കോൺഗ്രസ്സിൽ ശശി തരൂരിൻ്റെ കാര്യം മാത്രമാണ് പുറത്ത് വന്നിട്ടുള്ളത്. മറ്റാരുടെയും കാര്യം ഈ ചർച്ചയായിട്ടില്ല. സതീശൻ, രമേശ് ചെന്നിത്തലയ്ക്കൊക്കെ അത്യാവശ്യം വോട്ട് ശകലം കിട്ടിയിട്ടുണ്ട്. പക്ഷെ തരൂരാണ് അവിടുത്തെ താരം. ടൈറ്റാൻ അദ്ദേഹമാണ്. ടൈറ്റാനിക് ആയിട്ടുള്ള ഒരാളാണ്. കാരണം രമേശ് ചെന്നിത്തലയുടെ ഒന്നും ഇതിൻ്റെ പരിയാമ്പുറത്തെത്താത്തത് കൊണ്ടായിരിക്കാം അത് പ്രസിദ്ധീകരിക്കാത്തതെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം ഒരു നിശ്ചിത ബെഞ്ച് മാർക്ക് വെച്ച് കാണും. 20-ൽ കൂടുതലെന്നോ അല്ലെങ്കിൽ 10-ൽ കൂടുതൽ, ആ 10-ലും താഴെ ആയിരിക്കണം മറ്റ് നേതാക്കളുടെ സ്ഥിതി. അടൂർ പ്രകാശ് വരെ വന്നു കാണുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അതൊക്കെ അത് VD സതീശനും വന്നു കാണും. പക്ഷേ അത് BJP നേതാക്കളും ഉണ്ട്, പക്ഷെ അവരുടെയും ഇത് വളരെ കുറവാണ്. റേറ്റിംഗ് അവർക്ക് കിട്ടിയിരിക്കുന്ന ഇപ്പോൾ അധികാരത്തിൽ വരാൻ പോകുന്നില്ല. ആ ഒരു പ്രെജുഡിസ് വെച്ചുകൊണ്ടായിരിക്കും അവരെ റേറ്റിംഗിൽ കൊണ്ടുവരാറായിട്ടില്ല. അടുത്ത തെരഞ്ഞെടുപ്പിൽ വേണമെങ്കിൽ നമുക്ക് നോക്കാം ആ സ്ഥാനം. എന്തായാലും
തരൂർ താനൊരു താരമാണെന്ന് തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസവും. തീർച്ചയായിട്ടും ആ BJP-യുമായിട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിളിച്ചപ്പോൾ പോയി എന്നുള്ളത് കൊണ്ടാണ് ഈ പേഴ്സൻറ്റേജ് ഇതിന് കിട്ടിയിരിക്കുന്നുള്ള കാര്യത്തിലും സംശയമില്ല. കോൺഗ്രസും ആ നയം സ്വീകരിച്ചിരുന്നെങ്കിൽ കോൺഗ്രസ് അടുത്ത ഭരണത്തിൽ ഉറപ്പായിട്ടും വന്നേനെ. നിഷേധാത്മക മോദിയെ തകർക്കുക എന്നുള്ള ലക്ഷ്യം ജനങ്ങൾ തിരിച്ചറിയും. നിങ്ങൾ രാഷ്ട്രത്തെ സേവിക്കുക എന്നുള്ളതാണ് മോദിയുടെ ലക്ഷ്യം. അതിനെ തകർക്കാൻ നിങ്ങൾ ശ്രമിച്ചാൽ നിങ്ങൾക്ക് തിരിച്ചടി കിട്ടിയിരിക്കും. അത് ഇനിയെങ്കിലും മനസ്സിലാക്കുക. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.